Hello dears, welcome back to Zala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നില്ലേ? സോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ടല്ലോടാ, കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലേ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു പേര് പോലെ തന്നെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്നല്ലേ ചാപ്റ്റർ. അപ്പോൾ ഈ കമ്പഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ കമ്പഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. സോ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കൂടുതൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ, റൈഡേഴ്സ് ആയിരിക്കും മെജോറിറ്റി എല്ലാവരും. കാർ ഇഷ്ടമായിരിക്കും ഓടിക്കാൻ, ബൈക്ക് ഇഷ്ടമായിരിക്കും ഓടിക്കാൻ, അങ്ങനെ എല്ലാവർക്കും ജേർണി പോകാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എപ്പോഴും നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം അല്ലേ. പെട്രോൾ എപ്പോഴെങ്കിലും പണി തന്നു കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, സീനാവും, നിൽക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചില സമയത്ത് പെട്രോൾ പമ്പൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മെജോറിറ്റി എന്ത് ചെയ്യും, ഇതുപോലെ പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ പെട്രോളൊക്കെ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് മക്കളെ വിടുന്നത്? എന്തിനാണ് നമ്മൾ പെട്രോൾ ഈ വണ്ടിയിൽ ഒഴിക്കുന്നതിൻ്റെ റീസൺ എന്താ, അത് ഫ്യുവലായിട്ട് ആക്ട് ചെയ്യുന്നു അല്ലേ. ഫ്യുവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പെട്രോള്, ഡീസൽ എന്നെല്ലാം പറയുന്നത്. സോ ഫ്യുവലിന് ഏതൊക്കെ എക്സാമ്പിളുകൾ നിങ്ങൾക്കറിയും? യെസ്, നമുക്ക് ഫ്യുവലിന് എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഏത് പറയാൻ പറ്റൂടാ, നമ്മുടെ കൽക്കരി, കോള് നമുക്ക് പറയാൻ പറ്റും, അതുപോലെ തന്നെ പെട്രോൾ നമുക്ക് പറയാൻ പറ്റും, ഡീസൽ നമുക്ക് പറയാൻ പറ്റും, കെറോസിൻ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ എന്താണ്, നമുക്ക് പറയാം ഫ്യുവൽസ് ആണ് എന്ന് പറയാം അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഗ്യാസ് പുതിയത് ബുക്ക് ചെയ്യും. കാരണം അതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. സോ ഗ്യാസ്, LPG ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, കെറോസിൻ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇതെല്ലാം ഫ്യുവൽസ് എന്ന കാറ്റഗറിയിലാണ് പെടാം അല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സാധനം ബേൺ ചെയ്യണമെങ്കിൽ, സബ്സ്റ്റൻസ് കത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫ്യൂവൽസ് വളരെ ആവശ്യമാണ്. അപ്പോൾ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ ഒഴിച്ചേ പറ്റൂ അല്ലേ. അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് അവിടെ കാണുന്ന കൗഡങ് എന്ന് പറയുന്നത്. ചാണകത്തിൻ്റെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം മെഗ്നീഷ്യം കത്തിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അല്ലേ. മെഗ്നീഷ്യം റിബൺ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ ബേണറിലൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ല വൈറ്റിഷ് കളറായിട്ട് അടിപൊളിയായിട്ട് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ. അവിടെ നടന്നത് എന്താ, ഒരു കമ്പഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അവിടെ എന്താ നടന്നത്, നമ്മുടെ മെഗ്നീഷ്യം റിബൺ ജസ്റ്റ് നമ്മളൊന്ന് ഹീറ്റ് കൊടുത്തു, ചൂടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഫ്ലെയിമോട് കൂടിയിട്ട് അത് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നല്ല ഫ്ലെയിം ഉണ്ട് അല്ലേ, നല്ല രീതിയിൽ വൈറ്റിഷ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഗ്നീഷ്യം ബേൺ ചെയ്യുന്നത്, മെഗ്നീഷ്യം റിബൺ കത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാടാ വരിക, മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത മെഗ്നീഷ്യം ഓക്സൈഡും ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ മെഗ്നീഷ്യം എന്ത് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഏതൊരു സബ്സ്റ്റൻസ് നിങ്ങൾ എടുത്തോ അത് ബേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. റെഡി? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, 2mg + O2 which gives 2mgO എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ മനസ്സിലായി, സബ്സ്റ്റൻസ് കത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അത് എത്ര നമ്മൾ ഇതാക്കിയാലും കത്തില്ല. അപ്പോൾ കത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഫാക്ടറാണ് ഓക്സിജൻ. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിയിട്ട് നല്ല ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാം, അവിടെ എന്ത് നടന്നു എന്ന് പറയാം, കമ്പഷൻ നടന്നു എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ കമ്പഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കാനിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്താ ചെയ്യുക, വേഗം പോയിട്ട് ഒന്നില്ലെങ്കിൽ എമർജൻസി എടുക്കും, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാൻഡിൽ എടുത്ത് കത്തിക്കുകയാണ് ചെയ്യുക അല്ലേ. മെഴുകുതിരി കത്തിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. മെഴുകുതിരിയിൽ ഫ്ലെയിം ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട് അല്ലേ. നല്ല ഫ്ലെയിമോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ കത്തുന്നതാണ് നമ്മുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻഡിൽ ഫ്ലെയിം എന്ന് പറയുന്നതും എന്താണ്, നല്ല രീതിയിൽ ഹീറ്റും ലൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത നല്ല ഗ്ലേസ് ചെയ്ത് നന്നായിട്ട് കത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് കമ്പഷൻ? അപ്പോൾ ഇവിടെയും നടന്നത് കമ്പഷൻ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് മാത്രമാണോ കമ്പഷൻ, അല്ലെങ്കിൽ എന്താണ് കമ്പഷൻ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ വേറൊരു സാധനം കൂടെ നമുക്ക് എടുക്കാം, ചാർക്കോൾ ഉണ്ടല്ലോ. നമുക്ക് ചാർക്കോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് വെറുതെ ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ ഭയങ്കര ലൈറ്റോട് കൂടിയിട്ട്
ഹീറ്റും ലൈറ്റും ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ ചെയ്യുക? ചാർക്കോൾസ് ബേൺ ചെയ്യുന്നുണ്ട്, എയറിൽ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ട് നന്നായിട്ട് ബേൺ ചെയ്യുന്നുണ്ട്, പക്ഷേ വിത്തൗട്ട് ഫ്ലെയിം ഇല്ലാതെയാണ് ഇത് കത്തുന്നത് അല്ലേ. ഇപ്പോൾ ഒരു തീപ്പൊരി പോലെയൊക്കെ പറയാം, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തീപ്പൊരി പോലെ ഇങ്ങനെ വരുന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതിൽ ലൈറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നുമില്ല, അതുപോലെ ഫ്ലെയിം ഒന്നും വരത്തില്ല, പക്ഷെ നല്ല ഹീറ്റായിരിക്കും. ഹീറ്റ് ഉണ്ട് പക്ഷെ ലൈറ്റ് ഇല്ല. ഇതും കമ്പഷൻ ആണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് കമ്പഷനാണ്, കാരണം അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തു, അത് കത്തി എന്നുണ്ടെങ്കിൽ അത് കമ്പഷനാണ്. പക്ഷേ അവിടെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കില്ല അല്ലേ. ലൈറ്റും വിത്തൗട്ട് ഫ്ലെയിമും ആണെങ്കിലും അവിടെ ചെറിയതായപോലെ ഗ്ലേസ് ആണ്, ചെറിയ തീപ്പൊരി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അതുപോലെ ചെറുതായിട്ടാണ് അത് കത്തുന്നത് കാണുന്നത്, അതും ഒരു കമ്പഷൻ തന്നെയാണ്. സോ എന്താണ് കമ്പഷൻ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കമ്പഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവൺ ഓഫ് ഹീറ്റ് ഈസ് കോൾഡ് കമ്പഷൻ. മെയിൻ പോയിന്റ് മിസ് പറഞ്ഞുതരാം. ഒന്ന് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പഷൻ നടക്കുകയുള്ളൂ. ആൻഡ് അത് ഫ്യൂവൽ എന്തായാലും നമുക്ക് എന്ത് വേണം അതിൽ യൂസ് ചെയ്യണം അല്ലേ. സോ ദ ഫ്യൂവൽ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്, ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള കോൾ വേണമെങ്കിൽ എടുക്കാം, ലിക്വിഡ് ആയിട്ടുള്ള പെട്രോൾ വേണമെങ്കിൽ എടുക്കാം, ഗ്യാസ് ആയിട്ടുള്ള LPG എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ എന്താണ്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്പഷൻ നടന്നു എന്ന് പറയാം. സോ നോക്കൂ, സംടൈംസ് ലൈറ്റ് ഈസ് ഓൾസോ ഗിവൺ ഓഫ് ഡ്യൂറിങ് കമ്പഷൻ എയ്തർ ആസ് എ ഫ്ലെയിം ഓർ ആസ് എ ഗ്ലോ. അപ്പോൾ ലൈറ്റായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഫ്ലെയിം ആയിട്ട് വരണമെന്നൊന്നുമില്ല, ഗ്ലോ ആയാലും മതി. പക്ഷേ എന്താണ് പറയുന്നത്, കമ്പഷൻ എന്ന് പറയുന്ന കാര്യം എന്താണ്, നല്ല രീതിയിൽ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റോട് കൂടിയിട്ട് ചിലപ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ചിലപ്പോൾ ഗ്ലേസ് ആയിരിക്കാം, ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാ, കത്തിക്കൂ, അമ്മ പറയും ഇത് കത്തിക്കട മോനെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് കത്തിക്കുക, എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് പറയില്ലേ, കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മളൊരു കെമിക്കൽ പ്രോസസ്സ് നടക്കുകയാണ്, സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് ഗിവൺ ഓഫ് ഹീറ്റ് ആണ്, അതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കത്തിക്കുന്ന സാധനങ്ങളെല്ലാം എന്താണ്, കമ്പസ്റ്റബിൾ ആണ് അല്ലേ. നമ്മൾ ഏത് സാധനം എടുത്ത് കത്തിയുന്നുണ്ടെങ്കിൽ അതെന്താണ്, കമ്പസ്റ്റബിൾ ആണ് എന്ന് പറയാൻ പറ്റും. സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കമ്പഷൻ ഈസ് സെഡ് ടു ബി കമ്പസ്റ്റബിൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്യൂവൽ. അതിനെ തന്നെയാണ് നമ്മൾ ഫ്യൂവൽ എന്ന് പറയാം. ഇപ്പോൾ പെട്രോൾ എടുത്ത് കത്തിച്ചു എന്നുണ്ടെങ്കിൽ പെട്രോൾ ഒരു ഫ്യൂവലായിട്ട് അവിടെ ആക്ട് ചെയ്തു എന്നാണ്. ഇപ്പോൾ ഒരു കെറോസിൻ എടുത്ത് കത്തിച്ചു എന്നുണ്ടെങ്കിൽ അത് ആക്ട് ചെയ്യാണ്. ഒരു പേപ്പർ എടുത്ത് നമ്മൾ ബേൺ ചെയ്തു എന്നുണ്ടെങ്കിൽ അതും എന്താണ്, കമ്പസ്റ്റബിൾ ആണ്, അത് ഫ്യൂവലായിട്ടാണ് ആക്ട് ചെയ്തത്. അപ്പോൾ എന്താണോ ബേൺ ചെയ്യുന്നത്, എന്താണോ കമ്പസ്റ്റബിൾ ആയിട്ടുള്ളത്, ആ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫ്യൂവൽ എന്ന പേര് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം ആണല്ലോ. സോ കമ്പഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇനിയും വരാനുണ്ട്. സോ അത് നമുക്ക് വരുന്ന വഴിക്ക് ഓരോരോ വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും അപ്പോൾ തൽക്കാലം മിസ് ചാച്ച ബൈ ബൈ പറയാണ്. സോ ബൈ ഡിയർ, സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.